എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പെൻസിൽ ടോപ്പേഴ്സ് ഉണ്ടാക്കിയാലോ? ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഒരു പേപ്പർ എടുക്കുക, ഒരു സ്മൈലി വരയ്ക്കുക, അതിനെ കട്ട് ചെയ്യുക, പെയിൻറ്റ് ചെയ്യുക. പിന്നെ അതിന് സപ്പോർട്ട് ചെയ്ത് ബാക്കിലൊരു റോൾ ഉണ്ടാക്കുക, പെൻസിലിനകത്ത് ഫിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്മൈലി വരച്ച് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ വെക്കാൻ നമുക്കൊരു റോൾ വേണം, അതുണ്ടാക്കാം. ബാക്കിൽ കുറച്ച് കട്ടിയുള്ള പേപ്പർ വേണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കിടന്ന ഒരു പഴയൊരു ഡ്രോയിങ് ബുക്കാണ്, കുത്തി വരച്ച് കുളമാക്കി നശിപ്പിച്ച് വെച്ചേക്കാണെന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞു പിള്ളേരുടെ കഴിവ് ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കുക, അവരുടെ ഫസ്റ്റ് സ്ക്രിബ്ലിംഗ് ആക്ടിവിറ്റീസ് അല്ലേ, ഇതൊക്കെ ഒരു മെമ്മറീസ് ആയിട്ട് സൂക്ഷിച്ച് വെച്ചേക്കാന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബൈൻഡ് ഞാൻ കരുതി ഇതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു റോളാക്കി നമ്മുടെ ഈ സ്മൈലിയുടെ പുറകിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് റോൾ ചെയ്തതിന് ശേഷം നമ്മളോട് വരച്ചിരിക്കുന്ന പിക്ചേഴ്സിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. സിമ്പിൾ അല്ലേ? ഇതുപോലെ ഇരിക്കും ഫൈനൽ ലുക്ക്. ബാക്കിൽ ഒരു റോളും ഫ്രണ്ടിൽ നമ്മുടെ പിക്ചറും. ഇതങ്ങോട്ട് പെൻസിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂട്ട് സ്റ്റേഷനറി റെഡിയായി. അപ്പോൾ നമ്മളായിരിക്കും ഇതുപോലത്തെ സ്റ്റേഷനറി കൊണ്ടുപോയി സ്കൂളിലെ സ്റ്റാർ. ഇനി അടുത്തൊരെണ്ണം കൂടെ കണ്ടാലോ? അതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കട്ടി ഉറയ്ക്കും. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു 2-3 ലെയർ കൂടെ അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത്തിരി തിക്നെസ് എടുക്കും. കാരണം ഇതൊരു ബോക്സിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള അല്ലെങ്കിൽ കീറി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കട്ടിയുള്ളൊരു പേപ്പർ എടുത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതിനൊരു ലൈഫ് ഉണ്ടാകുമെന്ന് തോന്നി. അങ്ങനെ ഹലോ കിറ്റി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കട്ടിയുള്ള പേപ്പർ തപ്പി നടന്നാണ് പണ്ടും കാണുമോ പ്രിൻ്റ് എടുത്തതിൻ്റെ ബാക്കി ഒരു സ്നോ വൈറ്റിനെ കിട്ടിയത്. ഈ സ്നോ വൈറ്റ് പാവം അവിടെ വിഷമിച്ച് കിടക്കുമായിരുന്നു. ആർക്കും ഇത് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഇതൊരു ടോപ്പർ ആക്കിയാലോ എന്ന് നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ സെയിം പരിപാടി റിപ്പീറ്റ്. കട്ട് എ പീസ് ഓഫ് പേപ്പർ, റോൾ ഇറ്റ്, മിക്ക ടോപ്പർ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്നോ വൈറ്റിൻ്റെ പെൻസിൽ ടോപ്പറും റെഡി. അങ്ങനെ ഇനി നമ്മുടെ ബുക്കിൽ സ്നോ വൈറ്റ് എഴുതട്ടെന്നേ. അടുത്തൊരെണ്ണം കൂടെ കണ്ടാലോ? ഇതിന് ഞാനൊരു ചാർട്ട് പേപ്പർ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് എൻ്റെ തിക്നെസ് പോരാത്തതുകൊണ്ട് ഞാൻ 2 പീസ് എടുത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ 2 പീസ് ഒട്ടിച്ചെടുത്തപ്പോഴത്തേനും അത്യാവശ്യം തിക്നെസ് ആയിട്ടുണ്ട്. ഇനി എന്താ, ഇനി നമുക്കൊരു ഹലോ കിറ്റീനെ വരയ്ക്കാം. ഓക്കെ, ഇതിൽ ഞാൻ ഒരു ഹലോ കിറ്റീനെ പെൻസിലുകൊണ്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ക്യൂട്ട് ഹലോ കിറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബ്ലാക്ക് മാർക്കർ എടുത്ത് അതിന് ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ റിബണിന് കളർ അടിച്ച് കുളമായിപ്പോയി. അതുകൊണ്ട് വേറൊരു പേപ്പറിൽ അതേ സെയിം സൈസിലൊരു റിബൺ വരച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നൊരു ടോപ്പറിൻ്റെ റോൾ എടുത്ത് ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തു, പെൻസിലിൽ ഫിക്സ് ചെയ്തു. ഇപ്പം തന്നെ ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്യൂട്ട്നെസ് ഒരു ഇച്ചിരി കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇത്തിരി ഗ്ലിറ്റർ എടുത്ത് ആ റിബണിലോട്ട് വയ്ക്കുക. ഇപ്പം നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ. ഇനി പറയൂ, ഇത് 3ലും ഏതാ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് കമൻറ്റിലൂടെ അറിയിക്കുക. ബൈ ബൈ.